തരത്തിൽ വ്യക്തിവിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് തന്നെ പരിശുദ്ധമായ നോമ്പെടുത്ത സമയത്ത് അത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അതിന് ഞങ്ങൾ വളരെ ഗുരുതരമായി കാണുകയും ചെയ്യും, ചെയ്യുകയും ചെയ്യും. ഈ വിദ്യാർത്ഥി സമരങ്ങൾ എല്ലാ സ്ഥലത്തും വിദ്യാർത്ഥികൾ 10-9 കാണത്തുള്ളൂ. ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പിന്നീട് പൊതുസമൂഹം ഇടപെടുമ്പോഴത്തേക്കും അത് രാഷ്ട്രീയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥിതി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ യഥാർത്ഥ ഈ പ്രശ്നപ്പെടെ മാത്രമല്ല, തിരൂർക്കാടുണ്ട്, ചേറൂരുണ്ട്, പല സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വിദ്യാർത്ഥി സമരമാണെങ്കിൽ ഇങ്ങനെ എവിടെല്ലാം നടക്കുന്നു അവിടെയൊക്കെ നടക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് ഒരു സ്ഥാപനത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ആ സ്ഥാപനത്തിലുള്ള വിരോധം എന്നാണ് അറിയിക്കുന്നത്. ഈ കോഴ്സിന് അംഗീകാരം സംബന്ധിച്ച് എന്താ പറയുക? അത് പറയേണ്ടത് കലക്ടർ അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെയാണ് പറയേണ്ടത്. അത് അവര് എന്താണോ തീരുമാനിക്കുന്നത് 100% അംഗീകാരമാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ അതായത് എന്താണോ കലക്ടർ എടുക്കുന്ന തീരുമാനം, ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ജനങ്ങളല്ല തീരുമാനം എടുക്കേണ്ടത്, മറിച്ച് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇവിടുത്തെ ഗവൺമെന്റ്, കലക്ടർ, അവരെന്ത് തീരുമാനം എടുക്കുന്നു 100% നമുക്ക് സ്വാഗതാർഹമാണ്. അതൊക്കെ കാത്തിരിക്കല്ലേ മര്യാദ എന്ന് പറയുന്നത്. വഞ്ചിച്ചു എന്നുള്ളൊരു കാര്യം, അതായത് അംഗീകാരം ഇല്ല എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണോ ശരിക്കും കോഴ്സ് നടത്തുന്നത്? ഒരിക്കലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഞങ്ങളെ ഭാഗത്ത് ഞങ്ങൾ ഇന്നും വരെ തുടങ്ങിയതല്ല ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. സമസ്ത എന്ന് പറയുന്നത് 90-100 വർഷത്തെ പഴക്കമായി. മഹാനായ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 പതിറ്റാണ്ടിലേറെ കാലം സമൂഹത്തിന് സ്തുത്യർഹങ്ങളായ സേവനങ്ങൾ ചെയ്തു. ഇന്നേ വരെ സമൂഹത്തെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ വഞ്ചിച്ച അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിച്ച അനുഭവമില്ല. പിന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാത്രം പറയുമ്പോൾ ആർക്കും